ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ സൂറത്തുർ റൂമിൽ ഈ 13-ാമത്തെ ആയത്താണ് പറഞ്ഞു വെച്ചത്. വലം യകുൽ ലഹും മിൻ ശുറകാഇഹിം ശുഫആഉ വകാനൂ ബിശുറകാഇഹിം കാഫിരീൻ. പരലോകത്തെ കളവാക്കുന്ന ഈ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പങ്കാളികളിൽ നിന്ന്, അള്ളാഹുവിന് പുറമെ അവർ പങ്കാളികളായി ചേർത്ത ശരീക്കന്മാരിൽ നിന്ന് അവർക്കുണ്ടാവുകയില്ല ശുഫആ. ഷഫീഉന, ശുപാർശകന്മാർ. വകാനൂ ബിശുറകാഇഹിം കാഫിരീൻ, അവർ തങ്ങളുടെ ശുറക്കായിനെ നിഷേധിക്കുന്നവരായിരിക്കും പരലോകത്തെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നമ്മൾ പറഞ്ഞു, ബഹുദൈവ വിശ്വാസികൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നപ്പോൾ അവരുടെ വിശ്വാസവും അവരുടെ പ്രതീക്ഷയും പലതുണ്ട്. അതിലേറ്റവും പ്രധാനം ശുഫാഅാണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയാനും ഞങ്ങളെ രക്ഷപ്പെടുത്താനുമാണ് ഞങ്ങൾക്ക് പങ്കാളികൾ എന്നാണ് അവർ പറഞ്ഞു തരുന്നത്. എന്നാണ് പല വിശ്വാസങ്ങളുണ്ടായിരുന്നു ശരീക്കന്മാരെ സ്വീകരിക്കുന്നതിൽ, അള്ളാഹുവിനോടൊപ്പം പങ്കാളികളെ സ്വീകരിക്കുന്നതിൽ പല വിശ്വാസങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്തായിരുന്നു? ഏറ്റവും പ്രധാനം ഞങ്ങൾക്ക് അള്ളാഹുവിൽ ശുപാർശ പറയാൻ, അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് പലതും നേടാൻ, രക്ഷ കിട്ടാൻ, അതേപോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടാൻ, ഇങ്ങനെ ഞങ്ങൾക്ക് ഷഫീഅന്മാർ വേണം. അതിനാണ് ശുറക്ക, ശരീക്കുമാർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അള്ളാഹു ഇവിടെ പറയാണ് വലം യകുൽ ലഹും മിൻ ശുറകാഇഹിം ശുഫാ. അവിടെ ഒരു പങ്കാളിയിൽ നിന്നും ഒരു ഷഫീഉം ഉണ്ടാവില്ല എന്നുള്ളതാണ് അള്ളാഹു അറിയിക്കുന്നത്. മാത്രമല്ല വകാനു, കാനു എന്ന് പറഞ്ഞാൽ അവിടെ ആകും എന്നാണ്. അവർ അവിടെ ആകും കാഫിരീന ബിശുറകാഇഹിം, തങ്ങളുടെ ശുറക്കായിനെ കളവാക്കുന്നവർ എന്ന് പറഞ്ഞെങ്കിൽ ശുപാർശക്കാരുണ്ടാവും വിചാരിച്ചിട്ടാണ് ഇവർ പോണത്. പക്ഷെ അവിടുന്ന് ശുപാർശക്കാരെന്ത് ചെയ്യാണ്? പിന്നെ അവർ കൈമലർത്തുകയാണ്, അവർ ഒഴിഞ്ഞു മാറുകയാണ്. ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന ഇത്തബഉ, പിന്തുടരപ്പെട്ട ആളുകൾ അവർ ഒഴിഞ്ഞു മാറും, പോകും, ഒഴിവാകും, കൈമലർത്തും. അപ്പൊ എന്ത് ചെയ്യും? അവർ നിഷേധിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ നിഷേധം കൊണ്ട് എന്ത് കാര്യം? ഒരു കാര്യമല്ല. അതുകൊണ്ട് കാലെ കൂട്ടി ഇത് ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുക. വയൗമ തഖൂമു സ്സാഅതു യൗമഇദി യതഫറഖൂൻ. വയൗമ തഖൂമു സ്സാഅ, എന്താ അസ്സാഅത്ത്, നിലവിൽ വരുന്ന ദിവസം. ഇവിടെ എന്ന് പറഞ്ഞല്ലേ വയൗമ തഖൂമു സ്സാഅതു വയൗമ തഖൂമു സ്സാഅതു. ഇനി ഇതിലൊരായത്ത് വരും വയൗമ തഖൂമു സ്സാഅ. ഈ സൂറത്തിന് അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്, ചില ആവർത്തനങ്ങൾ. വയൗമ തഖൂമു സ്സാഅതു, സാഅത്ത് നിലവിൽ വരുന്ന ദിവസം. യൗമഇദിൻ, യൗമഇദിൻ, അസാഅത്ത് നിലവിൽ വരുന്ന ആ ദിവസം, അന്ന് തന്നെ എന്നുള്ളത് പറയാനാണ്. ഈ ഇതിൻ എന്ന് പറഞ്ഞെങ്കിൽ തൻവീൻ റിവാബാണ്. യൗമഇദ് തഖൂമു സ്സാഅ, അന്ത്യനാൾ നിലവിൽ വരുന്ന അന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിക്കുകയാണ്. അന്ന് യതഫറഖൂൻ, നതഫറഖ യതഫറഖു, വേർപിരിയുക. തഫറഖ വേർപിരിയും, യതഫറഖൂൻ അവർ വേർപിരിയും. അവർ നമ്മുടെ ഇവിടെ ഉദ്ദേശം ആളുകളാണ്. അന്ത്യനാൾ നിലവിൽ വരുന്ന ദിവസം അന്ന് യതഫറഖ, ആളുകൾ വേർപിരിയും. തഫറഖ യതഫറഖു യതഫറഖു. فأما الذين آمنوا وعملوا الصالحات فهم في روضة يحبرون. അന്ത്യനാൾ നിലവിൽ വന്നിട്ട് ആളുകൾ അന്ന് വേർപിരിയും. അങ്ങനെ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ
ഏ? അതിൽ പിന്നെ അമ്മല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, വിശ്വസിക്കുകയും അമിലു സാലിഹാത്ത്, സാലിഹാത്ത് ആ സാലിഹാത്തായ അമലുകൾ എടുക്കുകയും ചെയ്തവർ. ഫഹും ഫി റൗദത്തിൻ യുഹ്ബറൂൻ. ഫഹും അവർ, ഈ അമ്മ എന്നുള്ളത് ഷർത്താണ്, അതിന്റെ ജവാബാണ് ഫ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. സാലിഹാത്ത് എന്നുള്ളത് സാലിഹാത്ത് എന്നുള്ളത് സിഫത്താണ്, വിശേഷണമാണ്. അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ഇവിടെ പറഞ്ഞിട്ടില്ല. വഅമിലു അൽ അഅമാൽ അസ്സാലിഹാത്ത്, സാലിഹത്തുകളായ അമലുകൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. ഫഹും ഫി റൗദത്തിൻ യുഹ്ബറൂൻ. ഫഹും അവർ ഫി റൗദത്തിൻ യുഹ്ബറൂൻ. റൗദത്ത് എന്താ? റൗദ റൗദ ഉദ്യാനം, തോട്ടമല, എല്ലാ തേരാപാര തോട്ടങ്ങൾക്കും അത് പറയില്ല. റൗദ എന്ന് പറയുമ്പോൾ അത് പിന്നെ സസ്യ ശ്യാമളം ഒക്കെ അല്ലേ. അറബികൾ പറയും അഹ്സനു മിൻ ബൈദത്തിൻ ഫി റൗദ, അഹ്സനു മിൻ ബൈദത്തിൻ ഫി റൗദത്തിൻ. റൗദയിൽ ബൈദയേക്കാൾ മികച്ചത് എന്ന് പറയും. ബൈദ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകപ്പക്ഷിൻ്റെ മുട്ടക്കാണ്, മുട്ടക്ക് മൊത്തത്തിൽ പറയും, പക്ഷെ ഒട്ടകപ്പക്ഷിൻ്റെ മുട്ടേനോട് ഉദ്ദേശം. റൗദയിൽ ബൈദയേക്കാൾ അലങ്കൃതം ഭംഗി എന്നാണ്. അതൊരു ഹൃദ്യമായ കാഴ്ചയല്ല. അവിടെ റൗദ എന്നുള്ളത് പിന്നെ നല്ല സുന്ദരമായ, അതിൽ പിന്നെ നബാത്ത്, നഹർ ഒക്കെയുള്ള തോട്ടം, പിന്നെ അതിൽ ജലസ്രോതസ്സുകളുണ്ട്, അതേപോലെ തന്നെ സസ്യലതാദികളുണ്ട്, പുഷ്പങ്ങളും കായ്കനികളും ഫലങ്ങളും പഴങ്ങളും ഒക്കെയുള്ള അതാണ് റൗദ. റൗദ അറിയപ്പെട്ട റൗദ ഉണ്ടല്ലോ, മാ ബൈന ബൈതി വ മിൻബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. ഈ റൗദ എന്നുള്ളത് ഏകവചനാണ്. അതിന്റെ ബഹുവചനം എന്താ? റിയാദ്. റിയാദ് റിയാദ്. റൗദ് താല്ലാതെ. റീദാൻ അതൊക്കെ ബഹുവചനം. റീദാൻ, റിയാദ്, റൗദ്. റൗദത്ത് പിന്നെ റൗദ മസ്ജിദ് നബവി, റസൂലുള്ളാഹിന്റെ വീടിന്റെ മിമ്പറിന്റെ ഇടയിലുള്ള ആ സ്ഥലം, അത് റൗദയാണ്. സ്വർഗത്തോപ്പ് എന്ന അർത്ഥത്തിൽ ഒരു ആലങ്കാരിക പ്രയോഗം. അറിയപ്പെട്ട റൗദ റൗദത്തു ഖാഫ്. എവിടെ റൗദത്തു ഖാഫ്? വിശുദ്ധ മദീനയിൽ നിന്ന് 12 മൈൽ അകലെയാണ് റൗദത്തു ഖാഫ്. മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ 12 മൈൽ പിന്നിട്ടാൽ അവിടെയാണ് റൗദത്തു ഖാഫ്. ആ റൗദത്തു ഖാഫിൽ വെച്ചാണ് ഹാത്തിബ് ബിൻ അബി ബൽത കൊടുത്തയച്ച കത്ത് മുടിക്കെട്ടിൽ നിന്ന് ഒരു സാറ എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് പിടികൂടിയത്. അലി റളിയല്ലാഹു അൻഹുവും മിഖ്ദാദ് ബിൻ അസ്വദും സുബൈർ ബിൻ അവ്വാമും 3 പേരാണ് പിടിക്കാൻ വേണ്ടി പോയത്. റസൂലുള്ളാഹി പറഞ്ഞയച്ചനുസരിച്ച് റസൂലുള്ളാഹിന്റെ രഹസ്യം ആരും അറിയിക്കരുത്, അറിയാൻ പാടില്ല അങ്ങനെയുള്ള രഹസ്യം എന്ത് ചെയ്തു? പിന്നെ മദീനയിൽ നിന്ന് ഒരു സ്ത്രീയുടെ അടുക്കൽ കൊടുത്തയച്ചു. ആ സ്ത്രീ അത് തൻ്റെ മുടിക്കെട്ടിൽ കെട്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് വഹി കിട്ടി, ഇങ്ങനെ കൊണ്ടുകൊണ്ട് റൗദത്ത് ഖാഫിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഉടനെ അലി, മിഖ്ദാദും പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹു 3 ആളും അതിൻ്റെ പിന്നാലെ പോയി. ഈ സ്ത്രീയെ പിടികൂടി റൗദത്ത് ഖാഫിൽ വെച്ച് വരെ കിട്ടി. അവർ സാറ മൗലാത്തു അബ്ദുൽ മുത്തലിബ് എന്നാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മൗലാത്തു ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളുടെ ഒരു അടിമപ്പെണ്ണായിരുന്നു. അപ്പം നിസ്ലാസന്മാ തങ്ങളെ പരിചയമുണ്ട് മക്കയിൽ വെച്ച്. അപ്പം നിസ്ലാസന്മാ തങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത്. അങ്ങനെ മദീനയിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഈ കത്തയച്ചു പോകുന്നത്. ഹാത്തിബ് ബിൻ അബി ബൽതയാണ് അത് കൊടുത്തത്. അങ്ങനെ റൗദത്തു ഖാഫിൽ വെച്ചിട്ട് ഇവർ പിടികൂടി, അലി കുട്ടൻ പിടികൂടി. അതിന് ചോദിച്ചപ്പോൾ അത് നിഷേധിച്ച്, കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഭീഷണിപ്പെടുത്തി. കത്ത് അല്ലാഹു റസൂൽ വരെ കത്തുകൾ എത്തുന്നുണ്ട്, ഇന്നില്ലാതെ ഭീഷണിപ്പെടുത്തിയപ്പോൾ
പിന്നെ ആ സൂക്ഷ്മമായ ചോദ്യം ചെയ്യലിൽ അവർ മുടിക്കെട്ടയച്ചിട്ട് അതിന് എടുത്തു കൊടുത്ത് കത്ത്. ആ സ്ഥലമാണ് റൗദത്തു ഖാഖ്. ഇന്നും നമ്മൾ പിന്നെ മദീനയിൽ നിന്ന് മീഖാത്ത്, മദീനക്കാട്ട് മീഖാത്ത് വിട്ട് കിടന്നിട്ട് കുറച്ച് കിലോമീറ്ററുകൾ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം അതൊരു തോട്ടാണ്. ശരിക്ക് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് അതൊരു സസ്യമയമായിട്ടുള്ള ഒരു സ്ഥലമാണ് റൗദത്തു ഖാഖ്. ഏതായാലും റൗദ എന്ന് പറയുന്നത് അതാണ്. ഇവിടെ റൗദ എന്ന് പറഞ്ഞില്ല, റൗദ നക്കിറയാണ്, തൻവീൻ വന്ന് റൗദത്തീൻ. അപ്പൊ ഈ തൻവീൻ അറിയിക്കുന്നത് തഅളീമിനെയാണ്. തഅളീമിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ റൗദ അല്ല, പിന്നെ ഇത് മഹനീയമായ മഹത്തരമായ തോട്ടം, പൂന്തോപ്പ്, ഉദ്യാനം എന്ന അർത്ഥത്തിലാണ്. فأما الذين آمنوا وعملوا الصالحات فهم അവർ في روضة يحبرون. റൗദയിൽ അവരെന്താണ്? യുഹ്ബറൂൻ. യുഹ്ബറൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹബറ എന്നാണ് ഇത് അസുൽ ക്രിയ. യുഹ്ബറൂൻ എന്നുണ്ടെങ്കിൽ ഇവിടെ ആനന്ദിക്കും, സന്തോഷിക്കും, നിർവൃതി അടയും. യുനഅമൂൻ, ഇമാം മുജാഹിദ് പറഞ്ഞത് അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹീതനാകും എന്നൊക്കെ. സന്തോഷിക്കുകയും സന്തോഷം മുഖത്ത് വിടരുകയും പിന്നെ പ്രതിഫലിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് യുഹ്ബറൂൻ എന്ന് പ്രയോഗിക്കുന്നത്. ഹുബൂർ, ഹുബൂർ, സബ്ബഹകല്ലാ ബിൽ ഖൈർ എന്ന് പറയില്ലേ, സബ്ബഹകല്ലാ ബിൽ ഖൈർ. അപ്പോൾ സബ്ബഹകല്ലാ ബിൽ ഖൈരി വസ്സുറൂരി വൽ ഹുബൂർ എന്ന് പറയും പ്രതികരിച്ചിട്ട്. ചിലർ സാഹിത്യം വശമുള്ളവരാണ് അങ്ങനെ പറയാം. സബ്ബഹകല്ലാ ബിസ്സുറൂർ എന്ന് പറഞ്ഞെങ്കിൽ സബ്ബഹകല്ലാ ബിസ്സുറൂരി വൽ ഹുബൂർ. ഹുബൂർ എന്ന് പറഞ്ഞെങ്കിൽ അതാണ് സുറൂർ, സന്തോഷം. ആ സന്തോഷം അത് പിന്നെ നന്നേ പ്രകടമായി മുഖത്ത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഹുബൂർ. അപ്പൊ യുഹ്ബറൂൻ എന്ന് പറഞ്ഞെങ്കിൽ അതാണ് അവർ ആനന്ദിക്കും, സന്തോഷിച്ച് നിർവൃതി അടയും, അനുഗ്രഹ പുളകിതരാകും എന്നൊക്കെ അർത്ഥത്തിലാണ് യുഹ്ബറൂൻ. ഈ ശരിക്കും ഈ ഹബർ ഉണ്ടല്ലോ, അത് അൽ അസറുൽ മുസ്തഹ്സൻ എന്നാ പറയാ. ഒരു നല്ല അടയാളം, ലക്ഷണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു താല്പര്യം. ഇതൊരു ഒരു അടയാളത്തെയാണ് അറിയിക്കുന്നത്. അൽ അസർ നല്ലൊരു അടയാളത്തെയാണ് അത് അറിയിക്കുന്നത്. മനസ്സിന് സന്തോഷം ഉണ്ടല്ലോ, അത് പിന്നെ മുഖത്ത് വിരിയുമ്പോൾ, ഈ സന്തോഷത്തിന്റെ അടയാളം മുഖത്ത് വിരിയുമ്പോൾ അപ്പോഴാണെന്ത് യുഹ്ബറു. ഈ ഹബർ എന്ന് പറയുന്നത് ആരാ? ഹബർ എന്താ ഹബർ? റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒരു ഹബർ വന്നു. ഹബറും മിൻ അൽ അഹ്ബാർ, ഇന്ന കസീറൻ മിൻ അൽ അഹ്ബാർ എന്ന് പറഞ്ഞത്. ആ ഹബർ പണ്ഡിതനാണ്. അഹ്ബാർ പണ്ഡിതൻ, ജൂത പണ്ഡിതൻ ആണ് ഹബർ വന്നു എന്ന് പറയുന്നത്. ഹബർ പണ്ഡിതൻ. പണ്ഡിതന്മാർക്ക് അഹ്ബാർ എന്ന് പറയും. അതെന്താന്ന് വെച്ചാൽ അറിവ് എന്ത് ചെയ്യും? അറിവ് പ്രതിഫലിക്കും. അറിവ് പ്രതിഫലിക്കും. അലി റളിയല്ലാഹു പറയാറുണ്ട് അൽ ഉലമ അല്ലെങ്കിൽ അൽ അഹ്ബാർ. പണ്ഡിതന്മാർ അവരുടെ ശരീരം കൺമറഞ്ഞ് മൺമറഞ്ഞു പോയിരിക്കും, പക്ഷെ അവരുടെ ഇൽമ്, അറിവ് അതെന്ത് ചെയ്യും? ഇവിടെ ശേഷിക്കും, അല്ലെ? പ്രതിഫലിക്കും, ശേഷിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് എന്ത് പറയുന്നത്? അഹ്ബാർ, ഹബർ, അഹ്ബാർ എന്ന് പറയുന്നത്. എന്തായാലും പിന്നെ ഈ യുഹ്ബറൂൻ എന്ന് ഇവിടെ പറഞ്ഞത് ഇത് കേവലം സന്തോഷമല്ല, കേവലം മനസ്സിന്റെ സന്തോഷമല്ല. അങ്ങനെയാണെങ്കിൽ യുസറൂൻ, സന്തോഷിക്കും എന്നാ പറയാം. പക്ഷെ ഇവിടെ യുഹ്ബറൂൻ എന്ന് പ്രയോഗിച്ചപ്പോൾ ആ സന്തോഷം ശരിക്ക് ശരീരത്തിൽ പ്രസരിക്കും, മുഖത്ത് വിളങ്ങും, തിളങ്ങും എന്നുള്ളതാണ്. ഇവിടെ ഫി റൗദത്തി യുഹ്ബറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യാനം അല്ലെങ്കിൽ ഈ തോപ്പ് ഇത് സ്വർഗമാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. വഅമ്മ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഫഹും അവർ ഫി റൗദത്തി യുഹ്ബറൂൻ, എന്നാൽ സ്വർഗീയ തോപ്പിൽ സന്തുഷ്ടരായി അനുഗ്രഹീതരായി വർത്തിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ വിശ്വാസം, ആ വിശ്വാസത്തെ മാറ്റുകൂട്ടുന്ന അമൽ അത് ആർക്കും മേൽവിലാസമായിട്ടുണ്ട്. അവരാണ് ഫി റൗദത്തി യുഹ്ബറൂൻ, ഫി റൗദത്തി
യുഹ്ബറു, സ്വർഗീയ തോപ്പുകളിൽ സന്തുഷ്ടരായി പരിലസിക്കുന്നവർ എന്നാണ് പറയുന്നത്. وأما الذين كفروا وكذبوا بآياتنا ولقاء الآخرة فأولئك في العذاب محضرون. وأما الذين كفروا, എന്നാൽ അവിശ്വസിച്ച ആളുകൾ, അവിശ്വസിച്ചൊരു കൂട്ടർ, അവിശ്വസിച്ചവർ, വക്കദ്ദബു കളവാക്കുകയും ചെയ്തവർ. ആരെ കളവാക്കിയവർ? ബി ആയാത്തിന, നമ്മുടെ ആയത്തുകൾ, വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. വക്കദ്ദബു ബി ആയാത്തിന, നമ്മുടെ വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ കളവാക്കുകയും ചെയ്തവർ. വലിഖാഇൽ ആഖിറ, ലിഖാഇൽ ആഖിറ, ലിഖാ എന്നാണ് ലിഖാ നമുക്ക് വന്നാണ്. ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ. വലിഖാഇൽ ആഖിറത്തി, ആഖിറത്തിലെ കണ്ടുമുട്ടലിനെയും കദ്ദബു കളവാക്കിയവർ. കദ്ദബു ബി ആയാത്തിന, കദ്ദബു ബി ലിഖാഇൽ ആഖിറ, ആഖിറത്തിലെ സന്ധിക്കൽ, കണ്ടുമുട്ടൽ, അതിനെ കളവാക്കുകയും ചെയ്തവർ. ആഖിറത്തിൽ ആരുമായിട്ടാണ് കണ്ടുമുട്ടുന്നത്? അള്ളാഹുമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. അള്ളാഹുമായിട്ടുള്ള ലിഖാ, അതാണ് അന്ത്യനാളിലെ ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം ലിഖാ ഇല്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിഷയം പറയുന്നത്. ഏതായാലും അക്കൂട്ടർ അമ്മ എന്നതിന്റെ ജവാബാണ്. ഫഉലൈക ഫിൽ അദാബി മുഹ്ദറൂൻ. ഫഉലൈക, അക്കൂട്ടർ. ഈ ഉലൈക് ഇവിടെ അടുത്തേക്കാണ് ചൂണ്ടുന്നത്. അല്ലദീന കഫറു വകദ്ദബു, അവരിവിടെ ഉള്ളവരാണ് അല്ലെ, ഈ അടുത്തേക്കാണ് ഇതുകൊണ്ട് ചൂണ്ടുന്നത്. ഹാഉലായി എന്നാണ് അടുത്തുള്ളതിലേക്ക് ഇഷാറ അല്ലെ. ഹാദ ഇയാൾ, ഹാദാനി ഇവർ രണ്ടുപേർ, ഹാഉലായി ഇവർ അല്ലെ, ഈ കൂട്ടർ. ദാലിക അവൻ, ദാലികുമ അവർ ഇരുവർ, ഉലായിക അക്കൂട്ടർ. പക്ഷെ ഇവിടെ ഹാഉലായി പറയുന്നിടത്താണ് ഉലായിക. അതെന്തിന്? ഇത് ഇതിന്റെ ഗൗരവം, ഈ കൂട്ടരുടെ ഒരു ഗൗരവത്തെ ഉണർത്താനാണ് ആ പ്രയോഗം. ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ഉലായിക, ഈ അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്ത കൂട്ടർ, ഫിൽ അദാബി മുഹ്ദറൂൻ. ഫിൽ അദാബി മുഹ്ദറൂൻ, ഈ മുഹ്ദറൂൻ എന്നുള്ളത് അഹ്ദറ, ഇഹ്ദാർ, അഹ്ദറ യുഹ്ദിറു, മുഹ്ദറു, മുഹ്ദറൂൻ എന്നാൽ ഹാജരാക്കപ്പെടുന്നവരാണ്, ഹാജരാക്കപ്പെടുന്നവർ. മുഹ്ദറൂൻ ഫിൽ അദാബി, അദാബിൽ മുഹ്ദറൂൻ, ഹാജരാക്കപ്പെടുന്നവർ. അപ്പൊ ശിക്ഷയിലേക്ക് ഹാജരാക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഹാജരാകുകയല്ല ചെയ്യുന്നത്, പിന്നെ ഹാജരാക്കപ്പെടുക ചെയ്യുന്നത്. കുറ്റവാളികൾ, ശിക്ഷാർഹർ ഇവിടെ ഹാജരാക്കപ്പെടുമ്പോ എങ്ങനെ ഹാജരാക്കുക? പരവതാനി വെച്ചിട്ട് ഇങ്ങനെ അല്ല, പിന്നെയോ അവർ ശിക്ഷിക്കാനാണ് കൊണ്ടുവരപ്പെടുന്നത്. അപ്പൊ ആ ഒരു ബലപ്രയോഗത്തിൽ അവർക്കൊരു അപമാനിതമായ അവസ്ഥയിൽ നമുക്കൊക്കെ ആഫിയത്തായിട്ട് കൊണ്ടുവരികയല്ല ചെയ്യാം. കുറ്റവാളികൾ അങ്ങനെ കൊണ്ടുവരാൻ ശിക്ഷയിലേക്ക്, അതാണ് ഇഹ്ദാർ, അവർ ഹാജരാക്കപ്പെടും. പിന്നെ മുഹ്ദറൂന ഫിൽ അദാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദാബിൽ ഇഹ്ദാർ ഹാജരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ലാ ഖുറൂജ്, എന്താ അവർക്കൊരിക്കലും ഖുറൂജില്ല, അവിടുന്ന് പുറത്തു പോകലില്ല. പിന്നെയോ അതേപോലെ തന്നെ ലാ ഗിയാബ്, ലാ ഗിയാബ്, ഗിയാബ് എന്ന് പറഞ്ഞത് അവിടെ പിന്നെ ഹാജരാകാത്ത അവസ്ഥയില്ല, ഹാജരാകാത്ത അവസ്ഥയില്ല. അവര് അവിടെ നിത്യ സാന്നിധ്യമാണ് എന്നുള്ളതാണ്. അള്ളാഹു കാക്കട്ടെ, നൗദുബില്ലാ. പുറത്തു പോകാതെ നിത്യ സാന്നിധ്യമുള്ളവരായിട്ട് അദാബിൽ വർത്തിക്കും എന്നുള്ളതാണ്. അതാണ് മുഹ്ദറൂൻ എന്ന് പറഞ്ഞത്. ശിക്ഷയിൽ ഹാജരാവുകയല്ല ചെയ്യുന്നത്, ശിക്ഷയിൽ ഹാജരാക്കപ്പെടുകയാണ് ചെയ്യുന്നത്, ശിക്ഷിക്കാൻ കൊണ്ടുവരപ്പെടുകയാണ് ചെയ്യുന്നത്. ആരെ ശിക്ഷിക്കാൻ കൊണ്ടുവരുന്നത്? ശിക്ഷയ്ക്ക് ഇരയാകുന്നവർ അല്ലദീന കഫറു വകദ്ദബു ബിആയാതിന വലിഖാഇൽ ആഖിറ, അവരെ ഹാജരാക്കപ്പെടുകയാണ്. അവരെ ഹാജരാക്കുന്നത് മലക്കുകളാണ്.
ശിക്ഷിക്കാനുള്ള മലക്കുകൾ ജബാനിയത്തിന്റെ മലക്കുകൾ. അവരാണ് അവരെ ഹാജരാക്കുന്നത്. അങ്ങനെ അദാബിൽ ഇവർ മുഹ്ദറൂൻ ഹാജരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്തില്ല, ഖുറൂജില്ല, അവർക്ക് അതിൽ ഇഴിയാബില്ല എന്നാണ് ഈ പ്രയോഗം പറയുന്നത്. وأما الذين كفروا وكذبوا بآياتنا ولقاء الآخرة فأولئك في العذاب محضرون فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫ എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർ പരലോകത്തിന്റെയും വഴിപിരിയും അല്ലേ, യതഫറഖൂൻ എന്ന് പറഞ്ഞേ, വേർപിരിയും എന്ന് പറഞ്ഞു. അതിൽ ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫി സഈർ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലേക്കാണ്, ഫരീഖും ഫി സഈർ, മറ്റൊരു വിഭാഗം സഈർ, കത്തിയാളുന്ന നരകാഗ്നിയിലേക്കാണ്. അങ്ങനെയാണ് വേർപിരിയ അല്ലെ. ഒരു വിഭാഗം അവിടെ നിന്ന് വലത്തോട്ട് ജന്നത്തിലേക്ക്, മറ്റൊരു വിഭാഗം ഇടത്തോട്ട്, അവർ സഈർ നരകത്തിലേക്ക്. അങ്ങനെയാണ് വേർപിരിയുന്നത്. ആ രണ്ടു കൂട്ടരെയാണ് എന്ത് ചെയ്തത് അള്ളാഹു പിന്നെ തുടർന്ന് പറഞ്ഞ്, ഒരു വിഭാഗം ഫി റൗദത്തി യുഹ്ബറൂനാണ്, മറ്റൊരു വിഭാഗം ഫിൽ അദാബി മുഹ്ദറൂനാണ് പറഞ്ഞില്ലേ. ഇങ്ങനെ ഒരു പരലോകം വരാനുണ്ട് എങ്കിൽ അവിടെ അദാബിൽ മുഹ്ദറൂൻ അവർ കളവാക്കുന്നവരും അവിശ്വസിക്കുന്നവരാണ്. റൗദത്തിൽ യുഹ്ബറൂൻ ആനന്ദിക്കുന്നവർ അവർ അല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫസീഹ എന്ന് പറയും. ഇങ്ങനെ ഒരു പരലോകത്തെ അഭിമുഖീകരിക്കാൻ ഉണ്ട് എങ്കിൽ എന്താ വേണ്ടത് ഇവിടെ? സുബ്ഹാനല്ലാഹി ഹീന തുംസൂൻ വഹീന തുസ്ബിഹൂൻ. എന്താ ഈ സുബ്ഹാനല്ലാഹ്? സുബ്ഹാനല്ലാഹ് എന്താ? സുബ്ഹാനല്ലാഹ് മസ്ദറാണ്. ഇത് മസ്ദറാണ്. ഗഫറ എന്നുള്ളത് പൊറത്തു എന്നല്ലേ, പൊറത്തു. അതിന്റെ മസ്ദറാണിത്. എന്താ മസ്ദർ? ഗുഫ്രാൻ. അതേപോലെയാണ് സബ്ബഹ സുബ്ഹാൻ, സബഹ സുബ്ഹാൻ എന്നുള്ളത്. അപ്പൊ സുബ്ഹാൻ എന്നുള്ളത് സബഹ എന്നതിന്റെ മസ്ദറാണ്, ക്രിയാധാതുവാണ്. പക്ഷെ അത് കൽപ്പനക്രിയന്റെ അർത്ഥം തരും. സുബ്ഹാൻ അല്ലാഹ് എന്നാണ് എന്താ? സബ്ബിഹില്ല എന്നാണ്. ഈ വർബർ റിഖാബ് എന്ന് പറഞ്ഞത്, വർബ് എന്ന് പറഞ്ഞാൽ വെട്ടുക എന്നാണ്, കൊത്തുക. വർബർ റിഖാബ് എന്ന് പറഞ്ഞാൽ കരടിയിൽ കൊത്തുകയാണ്. അത് വർബ് എന്ന് പറഞ്ഞെങ്കിൽ മസ്ദറാണ്, വെട്ടൽ, കൊത്തൽ എന്നതിന്റെ അർത്ഥം. പക്ഷെ അവിടെ വർബർ റിഖാബ് എന്ന് പറഞ്ഞാൽ ഫദ്രിബു റിഖാബ് എന്നാണ്, കരടിയിൽ കൊത്തുന്നാണ്, വെട്ടുന്നാണ്. അതേപോലെ സുബ്ഹാൻ അല്ലാഹ് എന്നുള്ളത് മസ്ദറാണ്. ഇതിനും ക്രിയന്റെ അർത്ഥമുണ്ട്, സബ്ബിഹില്ല എന്നർത്ഥം. അല്ലെങ്കിൽ സുബ്ഹാൻ അല്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ സബ്ബിഹ് സുബ്ഹാൻ അല്ലാഹ്, അള്ളാഹുവിന്റെ തസ്ബീഹ് അത് നീ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ സുബ്ഹാൻ തസ്ബീഹ് എന്നത് ഉണ്ടല്ല, ഇതാണ് ഇപ്പൊ ഇതൊക്കെ വരുന്നത്. തസ്ബീഹ് അത് അൽ ജരിയു സരിയ, അൽ ജരിയു സരിയ അല്ലെങ്കിൽ അൽ മർറു സരിയ, വേഗത്തിലുള്ള പ്രയാണം. ഒന്നുകിൽ ഫിൽമ വെള്ളത്തിൽ, അല്ലെങ്കിൽ ഫിൽ ഹവ വായുവിലും വെള്ളത്തിലും ഒക്കെ വേഗത്തിലുള്ള പ്രയാണം. അതിനാണ് ശരിക്കും ഈ ഇത് നടത്തുക. സിബാഹ എന്താ? സിബാഹ നീന്തലാണ്. ഇതിനാണ്, സീനാണത് സിബാഹ. പിന്നെ അപ്പൊ വായുവിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വേഗത്തിൽ കുതിക്കുക, പ്രയാണം നടത്തുന്നതിനാണ്. പിന്നെ തസ്ബീഹ് എന്നാണ്. കുല്ലും ഫീ ഫലക്കിൻ വകുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എന്നാണ്. ആരെ കുറിച്ചാ പറഞ്ഞത്? ഭ്രമണപഥത്തിൽ നക്ഷത്രങ്ങൾ യസ്ബഹൂൻ എന്നാണ്, നീന്തി തുടിക്കുക. പിന്നെ വായുവിലുള്ള സഞ്ചാരം അല്ലെങ്കിൽ വെള്ളത്തിലുള്ള സഞ്ചാരം, അതിനാണ് പറയുക തസ്ബീഹ്. അൽ മർറു സരിയ, വേഗത്തിലുള്ള പ്രയാണം. അതാണ് ഈ വിഷയത്തിനെടുത്തത്. ഇതാണ് ഈ ക്രിയ ഇത് വരുന്നത്. സുബ്ഹാനല്ലാഹ്, സബ്ബഹ ലില്ലാഹ്, യുസബ്ബിഹു ലില്ലാഹ്, സബ്ബിഹ് ഇസ്മ റബ്ബി, സബ്ബിഹ്, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ വന്നത് വിശുദ്ധ ഖുർആനിൽ വന്നത്. അപ്പോ ഇവിടെ ഉദ്ദേശം തസ്ബീഹ് തൻസീഹാണ്.
തൻസീഹ് പരിശുദ്ധപ്പെടുത്തലാണ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ തൻസീഹ് വിശുദ്ധമാക്കലാണ്, പരിശുദ്ധപ്പെടുത്തലാണ്. ആര്? അള്ളാഹുവിനെ പിന്നെ നഖ്സിൽ നിന്ന്, കുറവുകളിൽ നിന്ന്, ആയിബ് ന്യൂനതകളിൽ നിന്ന്, ശരീക്ക് പങ്കാളികളിൽ നിന്ന്, നിദ് തുല്യരിൽ നിന്ന്, മിസിൽ സമന്മാരിൽ നിന്ന് ഒക്കെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താനാണ് തസ്ബീഹ്. അതാണ് തസ്ബീഹിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു എല്ലാവിധ കുറവുകളിൽ നിന്നും, ന്യൂനതകളിൽ നിന്നും, പങ്കാളികളിൽ നിന്നും, തുല്യരിൽ നിന്നും, പിന്നെ കിടയത്തവരിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പരിശുദ്ധപ്പെടുത്തും. തസ്ബീഹ് നിർവഹിക്കുമ്പോൾ ഈ ഒരു പരിശുദ്ധപ്പെടുത്തൽ അത് പെട്ടെന്നാകാനുള്ള പ്രയോഗമാണിത്. തസ്ബീഹുകൾ അതിനാണ്. അതറിഞ്ഞുകൊണ്ട് നമ്മൾ തസ്ബീഹ് നിർവഹിക്കാൻ. തസ്ബീഹ് അള്ളാഹുവിന് കുറവുകളില്ല എന്നത് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. ഹംദ് അള്ളാഹുവിന് പൂർണ്ണതയെ സ്ഥാപിക്കുക. ഹംദ് നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മൾ പൂർണ്ണത സമ്മതിക്കുകയാണ്. അള്ളാഹു സമ്പൂർണ്ണൻ എന്നുള്ളത് സമ്മതിക്കുകയാണ്. തസ്ബീഹ് അള്ളാഹുവിന് എന്തില്ല? കുറവില്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കുകയാണ്. സുബ്ഹാനല്ലാഹി വ ബിഹംദിയാണ്. ആദ്യം സുബ്ഹാനല്ലാഹ്, പിന്നെ അൽഹംദുലില്ലാഹ്, അല്ലേ? തഹ്ലിയ ഖബല തഹ്ലിയ എന്ന് പറയും. തഹ്ലിയ ഖബല തഹ്ലിയ. എന്താ തഹ്ലിയ? ലോഡിങ്. ഏതാ ലോഡിങ്, ഏതാ അൺലോഡിങ്? തഹ്ലിയ അൺലോഡിങ്, തഹ്ലിയ ലോഡിങ്. ആദ്യം വേണ്ടത് അൺലോഡിങ് ആണ്, അല്ലെ? എന്നിട്ടല്ലേ ലോഡിങ് അതിൽ നടത്തുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുല്ല. തഹ്ലിയ എല്ലാത്തിനെയും ഒഴിവാക്കിയിട്ട് ഇല്ലല്ലാഹ്. ആരെ സ്ഥാപിക്കണം? അള്ളാഹുവിനെയാണ് സ്ഥാപിക്കുന്നത്. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അങ്ങനെ പഠിപ്പിച്ചത്. ഒരാൾ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് പറഞ്ഞാൽ അല്ലെ, ഊരിസത് ലഹു നഖലത്തുൻ മിൻ ജന്ന, സ്വർഗത്തിൽ അയാൾക്കൊരു ഈത്തപ്പന കൃഷി ചെയ്യപ്പെടും പ്രതിഫലമായി എന്ന് പറഞ്ഞു. മൻ ഖാല യൗമൻ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി 100 മറ, 100 തവണ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി ഒരു ദിവസം ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ ഹുത്തത് ഖതായാഹു വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, മായ്ക്കപ്പെടും. അത് സമുദ്രത്തിലെ നുരകൾക്ക് തുല്യമാണെങ്കിലും എന്ന് പറഞ്ഞു. ഒക്കെ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹിയാണ്. അവിടെ ഈ ഹംദിൽ സുബ്ഹാനല്ലാഹ്, പിന്നെ അൽഹംദുലില്ലാഹ്, അല്ലേ? ഹംദിൽ പൂർണ്ണതയെ സ്ഥാപിക്കുകയാണ്. അല്ലേ? ആ പൂർണ്ണത സ്ഥാപിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ്? തഹ്ലിയാണ്. എന്താണ്? തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹ്, കുറവുകളില്ല, പോരായ്മകളില്ല, ന്യൂനതകളില്ല, പങ്കാളികളില്ല, തുല്യരില്ല, സമന്മാരില്ല, കിടയത്തവരില്ല. ഇതൊക്കെ നിഷേധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പൂർണ്ണതയെ സ്ഥാപിക്കുന്നത് അള്ളാഹുവിന്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്താൻ. അതാണ് ഈ പരിശുദ്ധപ്പെടുത്തൽ. എന്താ ഈ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നത്? എന്താ ഈ പരിശുദ്ധപ്പെടുത്തൽ? അത് ആഴത്തിൽ അഗാധമാണ്. അതിൻ്റെ ഉദ്ദേശം വളരെ ഗംഭീരാണ്. അതാണ് ന്യൂനതകൾ, കുറവുകൾ, പോരായ്മകൾ, പങ്കാളികൾ, തുല്യർ, പിന്നെ ഇണ, ജോഡി, അതേപോലെ തന്നെ പിന്നെ ജീവിത സഖി, സന്തതി, ഇതൊന്നും ആർക്കില്ല? അള്ളാഹുവിനില്ല. അതൊക്കെ അള്ളാഹുവിനില്ല. അള്ളാഹു അതിലൊക്കെ പരിശുദ്ധൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? വിശ്വസിച്ച് സ്ഥാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് എന്നാണ് എന്താ? നിങ്ങൾ സുബ്ഹാനല്ലാഹ് പറയണം എന്നുള്ളതാണ്. സബ്ബിഹ് സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്കുള്ള തസ്ബീഹിനെ നിർവഹിക്കണം എന്നുള്ള ആജ്ഞയാണ്, കൽപ്പനയാണ്. അത് സുബ്ഹാനല്ലാഹ് ആ മസ്ദർ കൽപ്പനയായിട്ട് സുബ്ഹാനല്ലാഹ് സബ്ബിഹില്ല അങ്ങനെ അർത്ഥം പറഞ്ഞാലും സബ്ബിഹ് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ തസ്ബീഹിനെ നീ തസ്ബീഹ് ആക്കി നിർവഹിച്ചാലും എന്ന അർത്ഥം പറഞ്ഞാലൊക്കെ വളരെ മുഷ്കിൽ. ഉദ്ദേശം ഇതാണ്, അള്ളാഹുവിന്റെ തസ്ബീഹ് നിർവഹിക്കുക എന്നുള്ളത്. എന്താണ് ഈ തസ്ബീഹ്? അതാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിനെ എല്ലാ നിലക്കും
വിശുദ്ധമാക്കാൻ, പരിശുദ്ധപ്പെടുത്താൻ ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്താണ്? തസ്ബീഹുകളാണ്. അതിനാണ് എന്ത് ചെയ്തത്? ഈ പദം തന്നെ സീൻ ബ ഹ, സീൻ ബ ഹ, ഈ 3 അക്ഷരങ്ങൾ കൂടിയ പദം അർത്ഥമാക്കുന്നത് അൽ മർറു സരി എന്നാണ്. പെട്ടെന്നുള്ള പ്രയാണം അസൈറു സരിയ എന്നുള്ളത് അർത്ഥാക്കുന്നത്. അപ്പൊ ഈ തസ്ബീഹ് ഇതിന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ ഏറ്റവും കരണീയമായ ഏറ്റവും നല്ല പ്രയോഗങ്ങളാണ്. ഫസുബ്ഹാനല്ലാഹ് ഹീന തുംസൂൻ. എന്താ ഹീന തുംസൂൻ? തുംസൂൻ എന്ന് പറഞ്ഞാൽ അംസ എന്ന് പറഞ്ഞാൽ അംസ മസാ ഉണ്ടല്ലോ. മസാ എന്താ? മസാർ വൈകുന്നേരം. അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിലേക്ക് എത്തി പ്രവേശിച്ചു. അംസ യുംസി തുംസി തുംസൂൻ. നിങ്ങൾ മസായിലേക്ക് പ്രവേശിക്കുന്നതാണ് തുംസൂൻ. നിങ്ങൾ മസായിലേക്ക് പ്രവേശിക്കുന്നു. ഹീന തുംസൂൻ, നിങ്ങൾ മസായിലേക്ക് പ്രവേശിക്കുന്ന സമയം. ഹീന എന്ന് പറഞ്ഞാൽ വഖത്ത്, സമയം എന്നാണ്. അത് ഏത് സമയം? ആ സമയം ഏതിലേക്ക് ഇവാഫത്ത് ചെയ്യുന്നുവോ ആ സമയം. ഹീന എന്ന് പറഞ്ഞാൽ സമയം. ഏത് സമയം? അത് ഏതിലേക്കാണോ ഇവാഫത്ത് ചെയ്യപ്പെടുന്നത് ആ സമയം. ഹീന തുംസൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രദോഷത്തിൽ പ്രവേശിക്കുന്ന സമയം. വഹീന തുസ്ബിഹൂൻ, ഹീന തുസ്ബിഹൂൻ. സബാഹ് ഉണ്ടല്ലോ, സബാഹ് എന്ന് പറഞ്ഞാൽ പ്രഭാതം. അസ്ബഹ പ്രഭാതത്തിൽ പ്രവേശിച്ചു. അസ്ബഹന വ അസ്ബഹൽ മുൽകു ലില്ലാഹ് വൽഹംദുലില്ലാഹ്. അംസൈന വ അംസൽ മുൽകു ലില്ലാഹ്. അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വ അലാ കലിമത്തിൽ ഇഖ്ലാസ്. അസ്ബഹന, ഞങ്ങൾ സബാഹിൽ പ്രവേശിച്ചു. അസ്ബഹ യുസ്ബിഹു തുസ്ബിഹൂൻ, നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നു. ഇവിടെ ഹീന തുസ്ബിഹൂൻ, ഹീന എന്ന് പറഞ്ഞ സമയം. ഏത് സമയം? ഈ ഹീന ഏതിലേക്കാണോ ചേർക്കപ്പെടുന്നത് ആ സമയം. ഹീന തുസ്ബിഹൂൻ, നിങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിക്കുന്ന സമയം. ആ സമയവും സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതാ അള്ളാഹുവിനെ തസ്ബീഹ് നിർവഹിക്കുക എന്നുള്ളതാണ്. വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ്. ഈ വലഹുൽ ഹംദു എന്താ? വലഹു എന്ന് പറഞ്ഞാൽ അവനാകുന്നു, അവന് പ്രത്യേകമാകുന്നു, മാത്രമാകുന്നു. അൽഹംദു സ്തുതികളെല്ലാം. അൽ എന്നുള്ളത് എല്ലാം എന്നുള്ള അർത്ഥം യോജിപ്പിക്കാനാണ്. അപ്പൊ വലഹു അവനാകുന്നു അൽഹംദ്, സ്തുതികളെല്ലാം. ഫിസ് സമാവാതി വൽ അർദ്, ഫിസ് സമാവാത് വാനങ്ങളിൽ, വൽ അർദ് ഭൂവനങ്ങളിൽ. വാനങ്ങളിലും ഭൂവനങ്ങളിലും ഹംദുകൾ മുഴുവൻ ലഹു, അള്ളാഹു അവനാകുന്നു. അവൻ പറഞ്ഞാൽ അള്ളാഹുവിനാകുന്നു എന്നാണ്. അതൊരു ജുംല മുഅ്തരിദ എന്ന് പറയും. ഇടവാചകാണ്. എന്തായാലും ഉദ്ദേശം പറയാം. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വ ഹീന തുസ്ബിഹൂൻ വ അശിയ്യൻ. സുബ്ഹാനല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർവഹിക്കണം. വ അശിയ്യൻ. അപ്പോൾ അശിയ്യൻ രാത്രിയല്ല. അശിയ്യൻ മാബഅദൽ അസറാണ്. അസർ വ മാബഅദ്, അതാണ് അശിയ്യൻ. അശിയ്യിലും ചൂട് കടുത്ത് ഉള്ള സമയം എപ്പോഴാണ്? പിന്നെ ഉച്ചയല്ലേ. ആ ഉച്ച കഴിയുന്നെങ്കിൽ എന്ത് ചെയ്യും? ചൂട് മങ്ങൂല്ലേ? ആ മങ്ങലൊരു മൂടൽ, അതാണ് ഈ പിന്നെ അശ എന്നുള്ളത് അറിയിക്കുന്നത്. ആ അശ എന്ന് പറയും. ആശ, കണ്ണിന് കാഴ്ച കുറഞ്ഞവർക്ക് പറയുന്ന പേരാണ് ആശ എന്ന് പറയും. ആ ആശ അത് പിന്നെ രാത്രി ഭക്ഷണത്തിന് ആശ എന്ന് പറയും. രാത്രി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന് ഇഷ എന്ന് പറയും. അത് വേറെ വിഷയം. പിന്നെ അതൊക്കെ ഇതിൽ വന്നതാണ്. പക്ഷെ ഇതിന്റെ സമയം എപ്പോഴാണ്? സമയം ഇതാണ്. കാഴ്ച മങ്ങിയവർക്ക് ആ അശ എന്നവർ. അതുകൊണ്ടാണ് ഇവിടെ വൈകുന്നേരത്തിൽ പ്രവേശിക്കുന്നവർക്ക് തുംസൂനി എന്ന് പറഞ്ഞു. രാവിലെ പ്രവേശിക്കുന്നവർക്ക് തുസ്ബിഹൂൻ എന്ന് പറഞ്ഞു. അശീയൻ എന്നുള്ളവർക്ക് തൊഷൂൻ എന്ന് പറഞ്ഞില്ല. കാരണം തന്നെ ആ പദത്തിന്റെ അടിസ്ഥാന അർത്ഥം എന്താണ്? അടിസ്ഥാന അർത്ഥം ഈ പിന്നെ അസറിന്റെ ടൈം ആയാൽ എന്നല്ല. പക്ഷെ ഇവിടെ
പിന്നെ പിന്നെ അഷിയൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അസർ മുതൽ ഇങ്ങോട്ടുള്ള ടൈമാണ്. ചൂട് ആറിയത് മുതൽ ഉള്ള ആ സമയം. അപ്പോഴും നിങ്ങൾ സുബ്ഹാനല്ലാഹ്. പിന്നെ നോക്കി നിങ്ങൾ വഹീന തുദ്ഹിറൂൻ. ഹീന തുദ്ഹിറൂൻ. എന്താ തുദ്ഹിറൂൻ? അംബഹീറ. എന്താ അംബഹീറ? അല്ലെങ്കിൽ അബ്ദുഹുർ. എന്താ ദുഹുർ? ഉച്ച സമയം. ബഹീറ എന്ന് പറഞ്ഞെങ്കിൽ സൂര്യൻ പിന്നെ ആകാശ മധ്യത്തിലാകുന്ന സമയം, അതാണ് ബഹീറ. ദുഹുർ. ആ ബഹീറയിൽ പ്രവേശിക്കുക, അതാണ് തുദ്ഹിറൂൻ. തുദ്ഹിറൂൻ, നിങ്ങൾ ബഹീറയിൽ പ്രവേശിക്കുന്നു, ദുഹുറിൽ പ്രവേശിക്കുന്നു, നിങ്ങൾ ദുഹുറിൽ പ്രവേശിക്കുന്നു. അപ്പൊ വഹീന തുദ്ഹിറൂൻ, നിങ്ങൾ ദുഹുറിൽ പ്രവേശിക്കുന്ന സമയവും എന്താ? ദുഹുറിൽ പ്രവേശിക്കുന്ന സമയവും എന്താ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് നിർവഹിക്കാൻ പറയാണ്. അപ്പോ ഹീന തുംസൂന വഹീന തുസ്ബിഹൂന വഅശിയൻ വഹീന തുദ്ഹിറു. ദുഹറിന്റെ സമയം, അസറിന്റെ സമയം, പിന്നെ മസാഇൽ, പിന്നെ സുബഹി. മസാഇ എന്ന് പറഞ്ഞെങ്കിൽ മസാഇ പിന്നെന്തായി? രാത്രി ഒക്കെ ഇതിൽ വന്നു. മഗ്രിബ് ഇശാ സമയമൊക്കെ മസായിൽ വന്നു. അപ്പൊ ആ സമയങ്ങളൊക്കെ സുബ്ഹാനല്ലാഹ് നിർവഹിക്കാൻ പറയാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? സുബ്ഹാനല്ലാഹ് കൊണ്ട് ഉദ്ദേശം എന്താ? നാഫിഉ ഇബ്നുൽ അസ്റഖ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ വിശുദ്ധ ഖുർആനിൽ 5 വഖ്ത് നിസ്കാരം കാണുന്നുണ്ടോ എന്ന്. അപ്പോ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്താണ് ഓതിയത്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. നമുക്കിത് പറയാനുണ്ട്. ഇത് ജുംല മുഅത്തരിദ നമ്മൾ വെച്ചാൽ, കാരണം ഈ സുബ്ഹാനല്ലാഹി ഇതിന്റെ ഉണ്ടല്ലോ, പിന്നെ കോർവ ഉണ്ടല്ലോ, അതിനിടയിൽ ഒരു ഇടവാചകം വന്നു നമുക്ക് പറയാം. അപ്പോൾ നാഫി 5 വഖ്ത് നിസ്കാരം ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തത് ഈ ആയത്തുകളാണ്. വഹീന തുദ്ഹിറൂൻ വരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഓതി കൊടുത്ത ഇതാണ്. കാരണം ഇത് ഹീന തുംസൂൻ മഗ്രിബ് ഇശാ, ഹീന തുസ്ബിഹൂൻ ഫജ്ർ, വഅശിയൻ അസ്ർ, വഹീന തുദ്ഹിറൂൻ ദുഹുർ. ഇങ്ങനെയാണ് നിസ്കാരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഈ ആയത്ത് ഓതിയിട്ട് മനസ്സിലാക്കി കൊടുത്തത് എന്നുള്ളതാണ് അതിൽ ചരിത്രം. അവിടെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ 5 വഖ്ത് നിസ്കാരം നിർവഹിക്കലാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. ഫസുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനുള്ള സുബ്ഹാൻ തസ്ബീഹ് നീ നിർവഹിക്കുക എന്ന് പറഞ്ഞെങ്കിൽ 5 വഖ്ത് നിസ്കരിക്കുക എന്ന അർത്ഥത്തിൽ. പക്ഷെ അതിൽ നിർത്തേണ്ട ഒരു വിഷയം അല്ല സുബ്ഹാനല്ലാഹ്. അല്ലേ? സുബ്ഹാനല്ലാഹ് അള്ളാഹു നിർവഹിച്ചതാണ്. സുബ്ഹാനല്ലാഹ് എന്ന് അള്ളാഹു നിർവഹിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അല്ലേ? പിന്നെ ഒന്ന് സുബ്ഹാനല്ലാഹി ഹീന തുംസൂൻ ഇവിടെ. പിന്നെ അടുത്ത് ലൗ കാന ഫീഹിമാ ആലിഹതാനി ഇല്ലല്ലാഹ് ലഫസദതാ ഫസുബ്ഹാനല്ലാഹ് എന്ന സുബ്ഹാനല്ലാഹ് എന്ന പ്രയോഗം വന്നത്. പിന്നെ സുബ്ഹാനഹു എന്ന് വന്ന വേറെയില്ല. മലക്കുകൾ അല്ലേ തസ്ബീഹ് നിർവഹിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വന്നിട്ടുണ്ട്. 6 സ്ഥലങ്ങളിൽ മലക്കുകളുടെ തസ്ബീഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. വയുസബ്ബിഹൂനഹു മലക്കുകളുടെ തസ്ബീഹ്. പിന്നെ വയുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി യുസബ്ബിഹു റഅദു. ആരാ റഅദ്? ഇടിവാൾ യുസബ്ബിഹു റഅദു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യുസബ്ബിഹു റഅദു, ഇടിവാൾ തസ്ബീഹ് നിർവഹിക്കുന്നു. ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി, മലക്കുകളും എന്ത് ചെയ്യുന്നു? തസ്ബീഹ് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആരാ തസ്ബീഹ് നിർവഹിക്കുന്നു? ജബൽ. എവിടെ ജബൽ? വസഖർന മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന മഅഹു വത്തയ്ർ. അപ്പോൾ ജബലും തയ്റും, പറവകൾ
പർവ്വതങ്ങൾ തസ്ബീഹ് നിർവഹിക്കുന്നു. പിന്നെ തസ്ബീഹ് കുറേ എല്ലാ സൂറത്തിലും വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, എല്ലാ വസ്തുക്കളും തസ്ബീഹ് നിർവഹിക്കുന്നു പറയുന്നു അല്ലേ. പ്രത്യേകം തസ്ബീഹ് നിർവഹിച്ചത് വന്നത് ഇപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ തസ്ബീഹ് പറഞ്ഞ്, മലക്കുകളുടേത് പറഞ്ഞ്, ഇടിവാൾ, പിന്നെ പർവ്വതങ്ങൾ, പറവകൾ, ഖുറാനിൽ അങ്ങനെ വന്നിട്ടുണ്ട്. തുസബ്ബിഹു ലഹു സ്സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ. തുസബ്ബിഹു ലഹു, അള്ളാഹ്ക്ക് തസ്ബീഹ് നിർവഹിക്കുന്നു, അസ്സമാവാതു സബ്ഉ, അസ്സമാവാതു സബ്ഉ എന്ന് പറഞ്ഞാൽ 7 സപ്തവാനങ്ങൾ, വൽ അർദ് ഭൂമി, വമൻ ഫീഹിൻ, വമൻ ഫീഹിൻ അസ്സമാവാതു സബ്ഉ വൽ അർദ്. ഇതൊക്കെ പിന്നെ മനുഷ്യനെ പോലെയല്ല, മലക്കുകളെ പോലെയല്ല, ജിന്നുകളെ പോലെയല്ല അല്ലേ, അചേതന വസ്തുക്കളാണ് അല്ലേ. ഈ അചേതന വസ്തുക്കൾ സമാവാത്തിലുള്ളത്, സമാവാത്തു സബ്ഉ, അതുപോലെ വൽ അർദ് ഭൂമി, എല്ലാം പെട്ടു, എല്ലാം പെട്ടു. പക്ഷെ വമൻ ഫീഹിന്ന, വമൻ ഫീഹിന്ന എന്ന് പറഞ്ഞാൽ ഭൂമിയിലും വാനത്തിലുമുള്ളവർ, അത് ആഖിലാണ് അല്ലേ, അത് ആഖിലാണ്. ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മനുഷ്യൻ, ജിന്ന് ഒക്കെ ഉള്ളത്. അവയും എന്ത് ചെയ്യുന്നു? തസ്ബീഹ് നിർവഹിക്കുന്നു. അവയും തസ്ബീഹ് നിർവഹിക്കുന്നു എന്നുള്ളത്. തസ്ബീഹ് അള്ളാഹ്ക്കുള്ള ഒരു മഹനീയ ഇബാദത്താണ് എന്നുള്ളതാണ് അത് അറിയിക്കുന്നത് സുബ്ഹാനല്ലാഹ് എന്നുള്ള. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് അതിൻ്റെതായ സമയം, ഒരു ചരിത്രം, ഷാമിൽ ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ, ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയല്ലോ, അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് എന്തിനാ പോയത്? ബൈത്തുൽ മഖ്ദിസ് പിന്നെ കരാറിലൂടെ വാങ്ങാനും അതേപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് പോയത്. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിലേക്ക് ഉമർ പോയി. ഉമർ മടങ്ങുന്ന സമയം ഉമറിൻ്റെ കൂടെ കുറേ ആളുണ്ട്, ധാരാളം ആളുകളുണ്ട്. ഉമർ എന്ത് ചെയ്തു? ആളുകളോട് പറഞ്ഞ് നിങ്ങളൊക്കെ പിന്നെ എന്നെ ഒന്ന് ഫ്രീ ആക്കാൻ പറഞ്ഞു. എന്നെ ഉമർ റളിയല്ലാഹു ഫ്രീ ആയിട്ട് പോകണം എന്താ വെച്ചാൽ, ചില കുടിലുകൾ, കൂടാരങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ആളുകളുടെ വിവരം തിരക്കാൻ. അപ്പോൾ ഒരു കുടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ വയസ്സായിരുന്നാണ്, ഒരു അജൂസ്, ഒരു കിളവിയാണ്. അപ്പോൾ ഉമർ പിന്നെ ആ കിളവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ കിളവി ഉമറിനെ കണ്ടപ്പോൾ ചോദിക്കാണ്, മാ ഫഅല ഉമർ എന്ന്, ഉമർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കറിയാം, അതിനറിയാം ഉമർ ഈ വഴി പോയിട്ടുണ്ട്, ഉമർ ഈ വഴി വരുന്നുള്ളൂ. ഉമർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു, മാ ഫഅല. അപ്പോൾ ഉമർ ആ സ്ത്രീക്കറിയില്ലത് ഉമറാണെന്നുള്ളത്. അപ്പോൾ ഉമർ റജാ സാലിമൻ, സുരക്ഷിതനായി മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ആ സ്ത്രീ പറയുന്നത്, ലാ ജസാഹുല്ലാഹു ഖൈറൻ അന്നി, എൻ്റെ വിഷയത്തിൽ അള്ളാഹു ഉമറിന് ഒരു പ്രതിഫലവും നൽകാതിരിക്കട്ടെ എന്നാണ്. ലാ ജസാഹുല്ലാഹു ഖൈറൻ അന്നി എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഉമർ ചോദിക്കാണ്, ബിമ, എന്തുകൊണ്ട്? അപ്പൊ അവർ പറയാണ്, മാ അനാലനി മിൻ അതാഇഹി ശൈഅൻ മുൻദു വലി, ഇതുവരെ ഉമറിൻ്റെ അതാ എനിക്ക് വന്നിട്ടില്ല. ഉമർ അധികാരം ഏറ്റെടുത്ത ശേഷം ഇതുവരെ ഉമറിൻ്റെ വേതനം എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമറിന് ഒരു ഖൈറും കിട്ടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഉമർ പറയണ ആ സ്ത്രീയോട്, ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല, വമാ യുദ്രി അൻകി വാൻതി ഫി ഹാദൽ മൗഖി, ഉമർ നിങ്ങളെക്കുറിച്ച് എന്താ അറിയും? നിങ്ങളിവിടെ അല്ലേ, ഒരു വഴിയോരത്ത് വിദൂരതയിൽ നിങ്ങൾ, ഉമർ നിങ്ങളെക്കുറിച്ച് എന്താ അറിയും എന്ന് പറയാം. അപ്പോൾ ഉടനെ ആ സ്ത്രീ സുബ്ഹാനല്ലാഹ്, ഉമറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരമപരിശുദ്ധൻ, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. മാ ദനന്തു അന്ന അഹദൻ യലി അംറന്നാസ് സുമ്മ ലാ യദ്രി മാ ബൈന മശ്രിഖിഹ വ മഗ്രിബിഹി. അവർ സുബ്ഹാനല്ലാഹ് പറഞ്ഞതിന് ശേഷം പറയാണ്, ഒരു വ്യക്തി ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും എന്നിട്ട് പശ്ചിമ പൗരസ്ത്യ ധ്രുവങ്ങൾക്കിടയിലുള്ള ആളുകളെ അറിയില്ല എന്ന് പറയുകയോ, അങ്ങനെ ഞാൻ ഒരിക്കലും ധരിക്കണില്ല. ആളുകൾ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും അറിയണം. അത് ഇരു ധ്രുവങ്ങൾക്കിടയിൽ
ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അറിയണം. അങ്ങനെ അറിയാതിരിക്കേ എന്ന് ചോദിക്കാണ്. അപ്പൊ ഉമർ പറയാണ്, വാ ഉമറാ, കുല്ലുന്നാസ് അഫ്ഖഹു മിൻ ഉമർ ഹത്തൽ അജായിബ്. വാ ഉമറാ, ഉമറിനെ തന്നെ വിളിക്കുകയാണ്. എല്ലാവർക്കും ഉമറിനേക്കാൾ വിവരമുണ്ട്. വൃദ്ധജനങ്ങൾക്ക് വരെ, ഇളവികൾക്ക് വരെ ഉമറിനേക്കാൾ വിവരമുണ്ട് എന്ന് ഉമർ പറഞ്ഞു എന്നാണ്. എന്നിട്ട് പിന്നെ ഉമർ ആ സ്ത്രീയോട് പറയാണ്, പിന്നെ ഇപ്പോഴും അറിയില്ല കേട്ടോ, സ്ത്രീക്ക് ഉമറാന്നറിയാം. ഉമർ പറയാണ്, പിന്നെ ഞാൻ ബിക്കം തബീന വലാമക്കി, അതായത് നിങ്ങളോട് ഉമർ ചെയ്ത അന്യായം, ആ അന്യായത്തെ ഒരു വില നൽകി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എത്രക്ക് അത് വിൽക്കും? പൈനി ഉരീദ് അൻ അർഹമഹു മിനന്നാർ, കാരണം ഉമർ നരകത്തിൽ കത്തുന്നതിനെ തൊട്ട് ഞാൻ ഉമറിനോട് കരുണ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഉമർ അധികാരമേറ്റത് മുതൽ ഇന്നോളം നിങ്ങളോട് എത്ര അന്യായം ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വിൽക്കുകയാണ് എങ്കിൽ എത്ര ദീനാറ് വേണം എന്ന് ചോദിക്കാൻ. അപ്പം അവർ പറയാണ്, പിന്നെ നിങ്ങൾ എന്നെ പൊട്ടനാക്കുകയാണ് ചോദിക്കണ സ്ത്രീ, പൊട്ടത്തിയാക്കുകയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ പൊട്ടത്തിയാക്കല്ല, ഞാൻ ജിദ് കാര്യത്തിൽ തന്നെയാണ് പറയുന്നത്. ഉമർ ഒരിക്കലും നരകത്തിൽ കത്താൻ പാടില്ല. അതുകൊണ്ട് എന്താണ് അന്യായം ചെയ്തത് അത് ദീനാറ് തരാം, അത് വാങ്ങാൻ റെഡിയെന്ന് പറയും. അങ്ങനെ സംസാരിച്ച് ആ സ്ത്രീ 25 ദീനാറിനൊത്ത് എന്ത് ഉമർ ചെയ്ത അന്യായം അതിന് വിട്ടുകൊടുക്കുക, മാപ്പാക്കുക, പകരം 25 ദീനാർ അത് അഗ്രി ചെയ്ത് വെത്തുള്ളതുകൊണ്ട് വായോണ്ട്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും അലി ഇബ്നു അബി താലിബും വരുന്നത് ഇവിടേക്ക്, ഉമറിനെ കാണാനില്ല കുറച്ചു നേരമായിട്ട്. അപ്പോൾ ഒരു തെരഞ്ഞു വരികയാണ്. അസ്സലാമു അലൈക അമീർ അൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട്, അമീർ അൽ മുഅ്മിനീൻ അസ്സലാമു അലൈക്കും. അപ്പൊ ഈ സ്ത്രീ കൈ തലയിൽ വെച്ചിട്ട്, അമീർ അൽ മുഅ്മിനീന ഫീ വജ്ഹി, അവര് ആകെ ഇടങ്ങേറായി പോയി. അവര് പറയാണ്, അമീർ മുഅ്മിനീന്റെ മുഖത്ത് നോക്കിയിട്ടാണല്ലോ നിങ്ങൾ ഈ കുറ്റപ്പെടുത്തി. അത് അവരെ തന്നെ പറയാം, കുറ്റപ്പെടുത്തി പറഞ്ഞു. അവർക്ക് അപ്പോഴാണ് ഇത് അമീർ മുഅ്മിനീനാണെന്ന് അറിയുന്നത്. ഏതായാലും അപ്പോഴത്തേക്ക് കച്ചവടം ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ആ സ്ത്രീയോടൊരു തോലെന്തേലും ചോദിക്കുകയാണ് ഉമർ. അപ്പോൾ തോലൊന്നുമില്ല. അപ്പോൾ ഉമർ തന്നെ എന്ത് ചെയ്തു, ആ ഉമറിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണമാണ് മുറിച്ചിട്ട് ഒരു എഴുത്തുകോല് കൊണ്ട് പിന്നെ എഴുതി, ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാദാ മഷ്തറ ഉമറു മിൻ വലാമത്തി ഫുലാന മിൻ യൗമി അൻ വലിയൽ അംറൽ മുസ്ലിമീൻ ഇലാ യൗമി കദ ബി25 ദീനാറൻ. അതാണ് എഴുതിയത്. അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉമർ അധികാരമേറ്റ് ഇന്ന ദിവസം വരെ ഉമർ ഇന്ന സ്ത്രീയോട് ചെയ്ത അന്യായം, അതിന് പകരം ഉമർ എന്ത് ചെയ്തിട്ടുണ്ട്, 25 ദീനാറിന് അത് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവർ നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉമർ ഒരന്യായം ചെയ്തു എന്നുള്ളത് അവിടെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ബോധിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അലീനെയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയും രണ്ടാളെയും സാക്ഷിയാക്കിയിട്ട് അതും എഴുതിയിട്ട് ഈ കത്തുണ്ടല്ലോ, ഈ എഴുത്ത്, അത് മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് കൊടുത്ത്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറഞ്ഞ്, അബ്ദുള്ള, ഞാൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കത്ത് എൻ്റെ കഫനിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ മറമാടുമ്പോൾ ചെയ്യണം. എനിക്ക് കത്തേറ്റ് നാളെ പരലോക കോടതിയിൽ പടച്ചവൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ എന്ന് പറഞ്ഞു. ഈ സുബ്ഹാനല്ലാഹ്, അതാ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് കേവലം 5 വക്ത് നിസ്കാരത്തിൻ്റെ മാത്രം വിഷയമല്ല. ഇനി അതിനേക്കാൾ സുബ്ഹാനല്ലാഹ്ക്ക് എന്തുണ്ട്, ഒരു വിശാലമായ തേട്ടവും ഒരു പിന്നെ ആശയമുണ്ട്. അതാണ് അവിടെ ആ സ്ത്രീയുടെ പ്രയോഗം, സുബ്ഹാനല്ലാഹ് മാബനൻതു അന്ന അഹദൻ എന്ന് പറഞ്ഞ പ്രയോഗം. ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് അത് അതിൻ്റെ വിഷയങ്ങൾ ഉണ്ടല്ലോ, ഈ ഒരു ജുംല പറയുന്നതോടൊപ്പം ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്.